ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 49. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 49, 203, ജൂലൈ 13, 1980. സഹരക്ഷണീയ കർമ്മത്തിൻ്റെ പദ്ധതി. പ്രിയ സുധരെ, എൻ്റെ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്ന ഞാൻ തന്നെ നിങ്ങൾക്ക് രൂപാന്തരം കൊടുക്കുന്നതിനും അനുവദിക്കുക. ഈ ദൃശ്യം സഹരക്ഷണീയ മാതൃ പ്രവൃത്തിയുമായി അധികം സഹകരിക്കാൻ എനിക്ക് കഴിയും. യേശു തന്നെയാണ് ഏകരക്ഷകൻ. കാരണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യയുള്ള ഏക മധ്യസ്ഥൻ അവൻ മാത്രമത്രേ. എന്നിരുന്നാലും അവിടുന്ന് താൻ വീണ്ടെടുക്കുന്ന എല്ലാവരെയും തൻ്റെ രക്ഷാകർമ്മത്തിൽ ഭാഗവാക്കുകളാകാൻ തിരുമനസ്സായി. തന്മൂലം അവിടുത്തെ സ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി കൂടുതലായും വിസ്മയകരമായും പ്രകാശിച്ചു. ഏവം വിധം രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് അവൻ്റെ രക്ഷാകർമ്മത്തിൽ അവൻ്റെ മൗതിക ശരീരത്തിന് രൂപം കൊടുക്കുവാൻ അവനോടുകൂടെ പങ്കുചേരാം. അങ്ങനെ അവൻ ഒരിക്കൽ എന്നേക്കുമായി കാൽവരിയിൽ നിർവഹിച്ചതിൻ്റെ ഫലം നിങ്ങളിലൂടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശേഖരിക്കുകയും ചെയ്യാം. എൻ്റെ മകൻ പൂർത്തിയാക്കിയ രക്ഷാകർമ്മത്തിൽ സഹകരിക്കേണ്ടതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഞാൻ. വാസ്തവത്തിൽ യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ അവൻ്റെ രക്ഷാകർമ്മത്തിൽ അവനോടൊപ്പം ഞാനും ഏറ്റവും അടുത്ത് സഹകരിച്ചു. കുരിശിൻ്റെ കീഴിലുണ്ടായിരുന്ന എൻ്റെ സാന്നിധ്യം കാണിക്കുന്നത് എൻ്റെ മകൻ അവൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്ത് തൻ്റെ മഹാപീഡകളിൽ തൻ്റെ അമ്മയെ കൂടി പൂർണ്ണമായി പങ്കെടുപ്പിക്കുന്നതിന് ഏവം വിധം ആഗ്രഹിച്ചു എന്നാണ്. കുരിശ് അവൻ്റെ കൊലമാരമായിരുന്നെങ്കിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വേദന എൻ്റെ പുത്രൻ്റെ നവീനതവും സനാതനവുമായ ഉടമ്പടിയുടെ പിതാവ് അർപ്പിച്ച ബലിപീഠം പോലെയാകുന്നു. സഭയുടെ മാതാവെന്ന നിലയിൽ അവൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് ഞാൻ ഏറ്റവും അടുത്ത് സഹായിച്ചു. അവൻ രക്തം ചിന്തി അർപ്പിച്ച ബലിയുടെ സമയത്ത് നിങ്ങൾക്കായി നേടിയ രക്ഷ എല്ലാ മനുഷ്യർക്കും ലഭിക്കത്തക്കവണ്ണം ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാവർക്കും നൽകിപ്പോരുന്നു. ഈ വിധം എത്ര കൂടുതൽ പേർ രക്ഷ പ്രാപിക്കുമോ അത്രയും പൂർണ്ണമായി അവിടുത്തെ സ്നേഹത്തിൻ്റെ പരമോത്കൃഷ്ട സൃഷ്ടി സാക്ഷാത്കരിക്കപ്പെടുന്നു. ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ജോലി എൻ്റെ പുത്രന്മാരെ രക്ഷ പ്രാപിക്കുവാൻ എല്ലാവിധത്തിലും സഹായിക്കുക എന്നതത്രേ. ഇന്ന് എൻ്റെ ജോലി എൻ്റെ മകൻ യേശുക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷാകർമ്മത്തിന് വിശേഷവിധിയായി സഹരക്ഷക ആയിരിക്കുക എന്നതത്രേ. അമ്മ, സംരക്ഷിക എന്നീ തലങ്ങളിൽ ഞാൻ നിർവഹിച്ചിട്ടുള്ള എൻ്റെ ധർമ്മം എല്ലാവർക്കും വെളിപ്പെടും. പ്രിയപുത്രന്മാരെ, ഇന്ന് ഈ പ്രവൃത്തി നിങ്ങളിലൂടെ നിർവഹിക്കുന്നതിന് ഞാൻ ഇച്ഛിക്കുന്നു. ഇതുകൊണ്ടത്രേ ഞാൻ എൻ്റെ സുരക്ഷിത സങ്കേതമാക്കിയ നിങ്ങളുടെ ജീവിത മരുഭൂമിയിലേക്ക് പിൻവാങ്ങുന്നതിന് ഞാൻ ആഗ്രഹിച്ചത്. ഈ വിധത്തിൽ ഒരമ്മയെന്ന നിലയിൽ ഞാൻ നിങ്ങളെ വാർത്തെടുക്കുന്നു. നിങ്ങളിലൂടെ വീണ്ടെടുപ്പിൻ്റെ മഹാജോലി ഞാൻ നിർവഹിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്കും പൂർണ്ണമായ ആത്മാർപ്പണത്തിനും അർപ്പിക്കുന്നതിനും ക്ലേശങ്ങൾക്കും ബലിയർപ്പണത്തിനുമായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ കുരിശിൻ്റെ വഴിയിലൂടെ നിങ്ങളെ നയിക്കുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി പിതാവിന് ഇഷ്ടപ്പെട്ട ബലിവസ്തുവായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി കാൽവരി കയറുന്നതിന് സാവധാനത്തിൽ നിങ്ങളെ ഞാൻ സഹായിക്കുന്നു. എൻ്റെ നിശബ്ദ പ്രവർത്തനത്തിൻ്റെ സമയമാണിത്. ക്രൂശിതനായ യേശു നിങ്ങൾ ഓരോരുത്തരിലും വീണ്ടും ജീവിക്കുന്നതിന് നിങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമിയിൽ നിങ്ങളെ ഉപരി രൂപാന്തരപ്പെടുത്തുക എന്ന മഹാത്ഭുതം നടത്തുവാൻ ഞാൻ അനുദിനം പ്രയത്നിക്കുകയാണ്. എൻ്റെ ഈ ജോലി പൂർത്തിയാകുമ്പോൾ ഞാനിപ്പോൾ നിർവഹിക്കുന്ന സ്നേഹ സംവിധാനത്തിൻ്റെ മഹത്വം തിരുസഭയ്ക്ക് മുഴുവനും വ്യക്തമാകും. എൻ്റെ സഹരക്ഷണീയ കർമ്മത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി മുൻപത്തേക്കാൾ കൂടുതലായി ഇപ്പോൾ ആവശ്യവും അടിയന്തരവുമായി വന്നിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വം എന്നെ ഭരമേൽപ്പിച്ച ജോലി എല്ലാവരാലും അംഗീകരിക്കപ്പെടും. എൻ്റെ മഹാശക്തി പൂർണ്ണമായി പ്രാവർത്തികമാകുന്നതിന് എനിക്ക് കഴിവുണ്ടാകും. തദ്വാര എൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജയം, അവൻ തൻ്റെ മഹിമയേറിയ സ്നേഹത്തിൻ്റെ ഭരണം നിങ്ങളിലൂടെ പുനഃസ്ഥാപിക്കുന്നതിന് വരുമ്പോൾ സർവത്ര പ്രശോഭിക്കുകയും ചെയ്യും. ജൂലൈ 16, 1980, കർമ്മലനാഥ.
204 പ്രസാദവര മധ്യസ്ഥ. സ്നേഹസുതരെ, ഞാൻ പ്രസാദവര മധ്യസ്ഥയാണ്. പ്രസാദവരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവിക ജീവൻ തന്നെയാണ്. അത് പിതാവിൻ്റെ വക്ഷത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും കന്യകാത്തോദരത്തിൽ മനുഷ്യനായ വചനത്താൽ നിങ്ങൾക്കായി സമ്പാദിക്കപ്പെടുകയും ചെയ്തു. വചനം മാംസമായത് അതെ, ദൈവിക ജീവനിൽ നിങ്ങൾ പങ്കുകാരാകാൻ വേണ്ടിയിട്ടാണ്. തദനന്തരം അവൻ മോചനദ്രവ്യമായി ആത്മാർപ്പണം ചെയ്തു. ഈ വിധം അവൻ ദൈവത്തിനും മനുഷ്യവർഗത്തിനും മധ്യേയുള്ള ഏക മധ്യസ്ഥനായി തീർന്നു. പിതാവിൻ്റെ വക്ഷത്തിൽ നിന്ന് പ്രസാദവരം നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നതിന് പുത്രൻ്റെ ദിവ്യഹൃദയത്തിലൂടെ കടന്നു പോകണം. പുത്രൻ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾക്ക് അത് തരുന്നു. ജനലിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി ജനലിൻ്റെ രൂപവും നിറവും മാതൃകയും സ്വീകരിക്കുന്നത് പോലെ യേശു സമ്പാദിച്ച പ്രസാദവരവും അവനിലൂടെ മാത്രമേ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. ഇക്കാരണത്താലത്രേ അത് അവൻ്റെ ഛായ നിങ്ങളിൽ പുനരുൽപ്പാദിപ്പിക്കുന്നത്. അത് നിങ്ങളെ അവനോട് കൂടുതൽ കൂടുതൽ സാരൂപ്യമാക്കുന്നു. ദൈവിക ജീവൻ യേശുവിൻ്റെ രൂപത്തിൽ മാത്രമേ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇത് എത്ര കൂടുതലായി നിങ്ങളിൽ വർദ്ധമാനമാകുന്നുവോ അത്ര കൂടുതലായി നിങ്ങൾ അവനോട് സാധർമ്മ്യമുള്ളവരാകുകയും യഥാർത്ഥത്തിൽ അവൻ്റെ കുഞ്ഞു സഹോദരന്മാരെ പോലെ നിങ്ങൾ വളരുകയും ചെയ്യും. പ്രസാദവരം പിതാവ് നിങ്ങളിലേക്ക് ഉപരി സമ്പർക്കം ചെയ്യുന്നു. പ്രസാദവരം വഴി പിതാവ് നിങ്ങളോട് ഉപരി സമ്പർക്കം ചെയ്യുന്നു. പുത്രൻ കൂടുതലായി തന്നോട് നിങ്ങളെ കൂടുതൽ സാരൂപ്യരാക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഇങ്ങനെ അത് നിങ്ങളുടെ ജീവിതവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം ഉപരി സുശക്തവും പ്രവർത്തനക്ഷമവും ആയിത്തീരുകയും ചെയ്യുന്നു. പ്രസാദവരത്തിലായിരിക്കുന്ന ആത്മാക്കളിൽ പരിശുദ്ധ ത്രിത്വം തന്നെയത്രേ തൻ്റെ വാസസ്ഥലം ഉറപ്പിക്കുന്നത്. ഈ പ്രസാദവര ജീവന് നിങ്ങളുടെ സ്വർഗീയ മാതാവുമായി ഒരു ബന്ധമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെയും നിങ്ങളുടെയും മാതാവാകിയാൽ എൻ്റെ മാധ്യസ്ഥം നിങ്ങളും എൻ്റെ പുത്രൻ യേശുവും തമ്മിൽ നിർവഹിക്കപ്പെടുന്നു. എൻ്റെ ദൈവമാതൃത്വത്തിൻ്റെ സ്വാഭാവികമായ അനന്തരഫലമാണിത്. ഞാൻ യേശുവിൻ്റെ അമ്മയാകിയാൽ എൻ്റെ പുത്രന് നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുവാൻ പിതാവ് തിരഞ്ഞെടുക്കുന്ന മാധ്യമം ഞാനാകുന്നു. എൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ആദ്യ പ്രവർത്തനം എൻ്റെ കന്യകാത്തോദരത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. ഞാൻ നിങ്ങളുടെ അമ്മയാകുന്നു. ഇക്കാരണത്താൽ നിങ്ങളെല്ലാവരും യേശുവിനെ പ്രാപിക്കുന്നതിനുള്ള മാർഗമായി അവൻ എന്നെ തിരഞ്ഞെടുത്തു. യഥാർത്ഥത്തിൽ നിങ്ങളും എൻ്റെ മകൻ യേശുവിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന പ്രസാദവര മധ്യസ്ഥ ഞാനത്രേ. പിതാവിൻ്റെ പക്ഷത്തിൽ നിന്നും പുറപ്പെടുന്നതും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പുത്രൻ സമാർജിച്ചതും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതുമായ പ്രസാദവരം എൻ്റെ കുഞ്ഞുമക്കൾക്ക് വിതരണം ചെയ്യുക എന്നത്രേ എൻ്റെ ധർമ്മം. ഒരമ്മയ്ക്ക് ഓരോരുത്തരെയും പ്രത്യേക ആവശ്യങ്ങൾ നല്ലവണ്ണം അറിയാം. ഇക്കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എൻ്റെ എല്ലാ മക്കൾക്കും പ്രസാദവരണം വിതരണം ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. ഈ ജോലി ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും പൂർണ്ണമായ മനസ്ഥിതിയോടെ തങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കുന്ന എൻ്റെ മക്കളുടെ കാര്യത്തിൽ മാത്രമേ ഈ ധർമ്മം മുഴുവനായി നിർവഹിക്കുവാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ. സർവോപരി ആത്മപ്രതിഷ്ഠയാൽ പൂർണ്ണമായി എനിക്ക് സമർപ്പിച്ച എൻ്റെ സ്നേഹഭാജനങ്ങളായ പുത്രന്മാരെ, നിങ്ങൾക്കായി ഈ ജോലി പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ യേശുവിലേക്ക് നയിക്കുന്ന വഴി ഞാനത്രേ. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള സുരക്ഷിതവും ഹ്രസ്വവും അപരിത്യാജിതവുമായ വഴി ഞാനാകുന്നു. ഈ വഴിയിലൂടെ പോകാൻ നിങ്ങൾ വിസമ്മതിക്കുന്നുവെങ്കിൽ യാത്രാമധ്യേ നിങ്ങൾ നാശകരമായ അപകടത്തിൽ ചെന്നുചാടും. യേശുവിനെ പ്രാപിക്കുന്നതിന് ഞാൻ ഒരു തടസ്സമാണെന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിച്ച് കളയുന്നതിന് ആഗ്രഹിച്ച നിരവധി ആളുകൾ ഇന്നുണ്ട്. ഇതിനു കാരണം നിങ്ങൾക്കും എൻ്റെ മകനുമിടയിലുള്ള മധ്യസ്ഥ എന്ന നിലയിൽ എൻ്റെ ധർമ്മത്തെപ്പറ്റി അവർക്ക് അറിവില്ലാത്തതാണ്. തന്മൂലം മുൻകാലങ്ങളേക്കാൾ അധികമായി എൻ്റെ പുത്രന്മാരിൽ അധികം പേർക്കും എൻ്റെ മകനെ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നു. അവർ കണ്ടുപിടിക്കുന്ന യേശു അവരുടെ മാനുഷിക ഗവേഷണത്തിൻ്റെ ഫലവും അവരുടെ അഭിലാഷങ്ങളോടും ആഗ്രഹങ്ങളോടും യോജിച്ചു പോകുന്നതിനും അവരുടെ പരിമാണമനുസരിച്ചുള്ള ഒരു യേശു അത്രേ. അല്ലാതെ ദൈവത്തിൻ്റെയും നിങ്ങളുടെയും അമലോത്ഭവ മാതാവിൻ്റെ യഥാർത്ഥ പുത്രനായ ക്രിസ്തുവായ യേശുവല്ല. നിങ്ങളെ തന്നെ വിശ്വാസത്തോടുകൂടി എനിക്ക് ഫലമേൽപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വിശ്വസ്തരായിരിക്കും. എന്തെന്നാൽ പ്രസാദവര മധ്യസ്ഥ എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യം അപ്പോൾ എനിക്ക് പരിപൂർണമായി നിർവഹിക്കാൻ കഴിയും. ഓരോ ദിവസവും എൻ്റെ പുത്രൻ്റെ വഴിയിൽ നിങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. തദ്വാര അവന് നിങ്ങളിൽ പൂർണ്ണമായി വളർച്ച പ്രാപിക്കുവാനും കഴിയും. നിശബ്ദതയിലും മരുഭൂമിയിലും ഞാൻ ഇപ്പോഴും നിർവഹിക്കുന്ന മഹത്തായ ജോലി ഇതാണ്.
പ്രസാദപര മധ്യസ്ഥ എന്ന നിലയിലുള്ള എൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളാൽ നിങ്ങൾ ക്രിസ്തുവിൽ പൂർവാധികം രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിറവേറ്റുന്നതിന് നിങ്ങൾ പ്രാപ്തരായിത്തീരുകയും ചെയ്യും. ആകയാൽ സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്വർഗീയ മാതാവ് ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോവുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ 49 ദിവസം അവിടുത്തെ കൂടെ നടത്തുകയായിരുന്നു. പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അമ്മ അനുദിന ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്നു. അമ്മ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മാതാവാണെന്ന് നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയുടെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഫലമേൽപ്പിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇവിടെ കടന്നു പോകുമ്പോൾ നാം എല്ലാവരും ഒരു കുടുംബം പോലെ ആയിത്തീരുകയാണ്. യേശുവിൻ്റെ തിരുഹൃദയം നിങ്ങളെ സംരക്ഷിക്കട്ടെ. യേശു മാത്രം ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ എന്ന് നമുക്ക് ബോധ്യം വന്നറിയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നയിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ ആരാധന.